സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ 6 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട്. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സുനിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിഷ, കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നിലവിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത്? റോഷ്നി, ഏതായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഇന്ന് തന്നെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. നാളെ വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉൾപ്പെടെ അതിതീവ്ര മഴ മുന്നറിയിപ്പും ഒപ്പം തന്നെ ഓറഞ്ച് അലർട്ടും അടക്കമുള്ളൊരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തത്. അതായത് ഈ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായതിനാൽ അത് മലവെള്ളപ്പാച്ചിലേക്കും മിന്നൽ പ്രളയം പോലുള്ള സാഹചര്യത്തിലേക്കും വഴിവെച്ചേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ നഗരപ്രദേശങ്ങൾ, പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത അതേറെയാണ്. അതുകൊണ്ട് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരെല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടം ഒക്കെ നൽകിയതാണ്. അത് പറയുകയാണ്, സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. ആവശ്യമായ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ ആവശ്യമായ ഘട്ടത്തിൽ അതിന് സന്നദ്ധരാകണം എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് എന്നതാണ്. ഈ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടെങ്കിൽ അത് സജ്ജീകരിക്കേണ്ടതാണ് എന്ന് ജില്ലാ ഭരണകൂടത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കെട്ടിടം, അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികൾ മുൻകൂറായി അറിഞ്ഞു വെക്കണം. അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കണം. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ മഴ തുടരുമെന്നൊരു സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളെല്ലാം തന്നെ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇനി അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കായി വിളിക്കാൻ കഴിയുന്ന ടോൾ ഫ്രീ നമ്പറുകളും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ നൽകിയിട്ടുമുണ്ട്. ഏതായാലും അത്തരത്തിൽ നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് പ്രകാരം അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ, ദുരന്തമുണ്ടാകാനുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. റോഷ്നി, ശരി. സുനിഷ യെല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ 6 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട്. ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി കൂടി നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഉള്ളവർ ശ്രദ്ധിക്കണം, തീരദേശത്തുള്ളവർ ശ്രദ്ധിക്കണം. ഇവർക്കെല്ലാം പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ 6 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ജാഗ്രതയോടെ ഇരിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി കൂടി നൽകുകയാണ്. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.